നമസ്കാരം. വൺ ഗോൾ സർവീസസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വൺ ഗോളിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്ന വിഷയം CCTVയെ സംബന്ധിച്ചാണ്. ഒരു CCTV ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ പ്രതിപാദന വിഷയം. നമുക്കറിയാം, മാറി വരുന്ന ജീവിത സാഹചര്യത്തിൽ CCTV എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ വീടുകളിലും അത്യാവശ്യമായ ഒരു ഘടകമായി മാറിയിരിക്കുകയാണ്. ഇന്ന് നിരവധി ബ്രാൻഡുകളാണ് CCTV രംഗത്ത് അവൈലബിൾ ആയിട്ട് ഉള്ളത്. നമുക്ക് അറിയാം, അതുപോലെ തന്നെ ഒത്തിരി അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ പവർ ഇല്ലാത്തടത്ത് അവസാനം വന്നിരിക്കുന്ന ഒരു അപ്ഡേഷനാണ് പവർ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഉപയോഗിക്കാവുന്ന സോളാർ പാനൽ വിത്ത് ക്യാമറ ഓപ്ഷൻ വരെ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. എന്ത് തന്നെയാണെങ്കിലും നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു CCTV ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മികച്ച ബ്രാൻഡ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ ബ്രാൻഡ് മാത്രമല്ല, അതോടൊപ്പം ഉപയോഗിക്കുന്ന കേബിളുകൾ, കണക്ടറുകളും എല്ലാം മികച്ചതായിരിക്കണം എന്ന് ഉറപ്പുവരുത്തണം. രണ്ടാമത്തെ കാര്യം, മികച്ച വിൽപ്പനാനന്തര സേവനങ്ങൾ നൽകുന്ന ബ്രാൻഡുകളും ആ വിൽപ്പനാനന്തര സേവനങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങളെയുമാണ് നമ്മൾ സമീപിക്കേണ്ടത്. നമുക്ക് CCTV എന്ന് പറയുന്ന ഒരു ഡിവൈസ് ഒരു വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ വർഷങ്ങളോളം അതിൻ്റെ സർവീസ് കിട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അവരെ സമീപിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനിലൊക്കെ ഈ സാധനം എടുത്തിട്ട് അവരങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് സർവീസ് ഭയങ്കര ഒരു വിഷയമാണ്. അല്ലെങ്കിൽ ആ സാധനം വാറണ്ടി വരുമ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, ഈ വിഷയങ്ങളൊക്കെ നമ്മളെ ബാധിക്കുന്നൊരു വിഷയമാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും അടുത്തുള്ളവരും നമുക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ആളുകളെ മാത്രം CCTV ഇൻസ്റ്റാൾ ചെയ്യാൻ സമീപിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, CCTV ഉപയോഗിക്കുമ്പോൾ കോൺഡ്യൂട്ട് പൈപ്പുകളിലൂടെ അല്ലെങ്കിൽ കേസിംഗ് ഗ്യാപ്പുകളിലൂടെ മാത്രം കേബിളുകൾ വലിക്കാൻ ശ്രമിക്കുക. ഈ CCTV കേബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ CCTV ചെയ്യുന്നത് നമ്മുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ്. സെക്യൂരിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും സെക്യൂറായിട്ട് തന്നെ ചെയ്യണം. അതിപ്പോൾ നമ്മൾ ഒരു പുതിയ വീട് നിർമ്മിക്കുമ്പോഴാണ്, ഇനിയുള്ള കാലങ്ങളിൽ അത് മസ്റ്റായിട്ട് വരും. ഒരു CCTV ഇൻസ്റ്റാൾ ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് വീടിനെ നമ്മൾ മികവുറ്റതാക്കേണ്ടി വരും. അല്ലെങ്കിൽ ആ രീതിയിലേക്ക് നമ്മൾ വീടിൻ്റെ ഡിസൈൻ ചെയ്യുമ്പോൾ CCTVയുടെ പ്രൊവിഷൻ ഇടേണ്ടി വരും എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ CCTV ഒരു കള്ളൻ വന്നു കഴിഞ്ഞാൽ ഈ വയറ് പെട്ടെന്ന് കട്ട് ചെയ്യാവുന്ന രീതിയിലേക്കല്ല ചെയ്യേണ്ടത്. അത് ഭംഗിയായിട്ട് ഏറ്റവും സെക്യൂറായി തന്നെ അതിൻ്റെ കേബിളിങ് ചെയ്യുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ വീടിന് വെളിയിലൊക്കെ നമ്മൾ ഈ മെറ്റൽ പോളൊക്കെ ഇട്ടിട്ട് പുറത്തേക്കുള്ള ഗേറ്റിന് അല്ലെങ്കിൽ റോഡ് കിട്ടാനൊക്കെ ആയിട്ട് ക്യാമറ വെക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അത് ചുമ്മാ ഒരു തൂണിലൊരു ക്യാമറ നിൽക്കുന്നു, അത് ഒഴിവാക്കിയിട്ട് നമ്മൾ ആ ക്യാമറ ഒന്നില്ലെങ്കിൽ ക്യാമറയുടെ ഹൗസിങ്ങുകൾ വാങ്ങിക്കാൻ കിട്ടും, അതിനകത്ത് വെക്കുക. അല്ലെങ്കിൽ അതിന് മുകളിലൊരു കൂടാരം ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു മെറ്റൽ ഷീറ്റ് വെച്ചിട്ട് അതൊന്ന് വെയിലടിക്കാതെ നനയാതെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചെയ്യുക ക്യാമറ. ചിലപ്പോൾ ഒരു 3 വർഷം കിട്ടുന്ന ക്യാമറ ആണ്. നമ്മളിത് കൃത്യമായിട്ട് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ നമ്മൾ ഹൗസിങ്ങിനകത്തൊക്കെ ആക്കുവാണെങ്കിൽ കുറേ നാളും കൂടെ കൂടുതൽ കിട്ടും. ഇനി ഇപ്പം എല്ലാവരും പറയുന്ന ക്യാമറ വെതർ പ്രൂഫാണ്, വെയിലടിച്ചാലും മഴയടിച്ചാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞാൽ പോലും നമുക്കതിൻ്റെ കണക്ടറുകളൊക്കെ ഈ മഴയത്തും വെയിലത്തും ഒക്കെ ഇരുന്ന് ദ്രവിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ കൃത്യമായിട്ട് അത് കേസിങ്ങിനകത്തോ അല്ലെങ്കിൽ റൂഫിങ് വെക്കുന്നതോടൊക്കെ കൂടി അത് ഒഴിവാകും. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അഞ്ചാമതായിട്ട് വരുന്നത്, ക്യാമറകൾ വെക്കുമ്പോൾ നമ്മൾ ചിലപ്പം പലയിടത്തും ചെല്ലുമ്പോൾ പറയാറുണ്ട്, ഒരു ക്യാമറ വെച്ചാൽ മതി, 2 ക്യാമറ വെച്ചാൽ. നമുക്ക് അവിടെ ഒരു ക്യാമറ വെക്കാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, പറ്റുമെങ്കിൽ നമ്മളുടെ ഒരു വീടാണെങ്കിൽ വീട് പൂർണ്ണമായിട്ടും ക്യാമറ സർവൈലൻസ് ആവുന്ന രീതിയിൽ. എന്ന് പറഞ്ഞാൽ ഒരു ക്യാമറയിൽ ആരെങ്കിലും ഒരു മാനിപ്പുലേഷന് പോയി കഴിഞ്ഞാൽ മറ്റൊരു ക്യാമറയിൽ കിട്ടണം. ക്യാമറ ടു ക്യാമറ വ്യൂ നമ്മൾ ചെയ്യേണ്ടത് പറ്റുമെങ്കിൽ അത്യന്താപേക്ഷിതമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അഞ്ചാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം എന്ന് വെച്ചാൽ, DVR. ഈ ക്യാമറ എല്ലാം കൊണ്ടുപോയി നമ്മൾ ചെയ്യുന്ന DVR ഒക്കെ വെച്ച് റെക്കോർഡിംഗ് നടക്കുന്ന ഒരു പൊസിഷനുണ്ട്. അത് മിക്കവാറും എല്ലാവരും തന്നെ കെയർലെസ് ആയിട്ട് യൂസ് ചെയ്യുന്നതൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അത് നമ്മൾ ഏറ്റവും നമുക്ക് സെക്യൂർ ആയ എന്ന ഒരു സ്ഥലത്ത് തന്നെ വീട്ടിൽ അത് സെറ്റ് ചെയ്യണം. പലപ്പോഴും നമ്മൾ പല വീടുകളിലും കാണുന്ന, വീട്ടിൽ ഹാളിൽ TVയുടെ അടുത്ത് ഏതെങ്കിലും ഒരു കബോർഡിലായിരിക്കും ഇത് വെക്കുന്നത്. അത് പ്രോപ്പറായിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ടാവില്ല. അതൊക്കെ മാറിയിട്ട് നമ്മൾ എവിടെ വെക്കുന്നു അതൊരു മെറ്റൽ ഒരു റാക്കിനകത്ത് ലോക്ക് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂമിൽ നമുക്ക് ഏറ്റവും സേഫായ ഒരു സ്ഥലത്ത് വെക്കുക. അങ്ങനെ വെച്ചാലൊരു ഗുണം, നമ്മുടെ വീട്ടിൽ ഇൻ കേസ് ഒരു തെഫ്റ്റ് ഉണ്ടായി, അല്ലെങ്കിൽ എന്തെങ്കിലും പുറത്തുനിന്ന് ഒരു വ്യക്തി വന്നിട്ട് ഇത് മാനിപ്പുലേറ്റ് ചെയ്യുക, അല്ലെ ഇത് എടുത്തുകൊണ്ട് പോകാൻ ഉള്ള സാഹചര്യം ഒഴിവാകും.
നമുക്കൊരു കള്ളന്റെ ഒരു ആക്രമണം ഉണ്ടായാൽ ആദ്യം ചെയ്യുന്നത് DVR എടുത്ത് കഷത്തി വെച്ചുകൊണ്ട് പോവുക എന്നുള്ളൊരു കാര്യമാണ്. അത് ഒഴിവാകും. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ CCTV ചെയ്യുമ്പോൾ വളരെ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ് ഇതൊക്കെ. ഇത്രയും കാര്യങ്ങളാണ് CCTV ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമുക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരെയും സപ്പോർട്ട് നമുക്ക് വേണം, നിരന്തരമായിട്ട് വേണം. കൂടുതൽ വിവരങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. നന്ദി, നമസ്കാരം.